കാസർഗോഡ് കാഞ്ഞങ്ങാട് കനത്ത മഴയെ തുടർന്ന് ദേശീയപാതയിൽ വെള്ളക്കെട്ട്. കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിൽ സർവീസ് റോഡിലേക്ക് വെള്ളം കുത്തിയൊലിച്ചു. കാഞ്ഞങ്ങാട് സർവീസ് റോഡിന്റെ ഒരു അവസ്ഥ ഇതിലെങ്ങനെ സർവീസ് റോഡിൽ ഒരു മഴ പെയ്താല് വാഹനങ്ങൾ പോകാറ്? അരുൺ പൂപ്പറമ്പയുടെ വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, വല്ലാത്തൊരവസ്ഥയാണല്ലോ, വിശദാംശങ്ങൾ എന്താണ്? ശ്രുതി, ഇന്ന് കാഞ്ഞങ്ങാട് മേഖലയിൽ കനത്ത മഴയാണ് പെയ്തത്. ഇതേ തുടർന്നാണ് ഈ ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. പ്രധാനമായും ചെമ്മട്ടം വയൽ, മാവുങ്കാൽ ജില്ലാ ആശുപത്രിക്ക് സമീപം ഉൾപ്പെടെ അത്തരം സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം ഈ വെള്ളം കുത്തിയൊലിച്ച് സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയും കണ്ടു. അല്പസമയം ഈ സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളൊന്നും കടന്നു പോകാൻ കഴിയാത്തത്ര രീതിയിലാണ് ഈ ദേശീയപാതയിൽ, പ്രധാന പാതയിൽ നിന്നും ഈ വെള്ളം കുത്തിയൊലിച്ച് സർവീസ് റോഡിലേക്ക് പതിച്ചത്. എന്തായാലും ഈ നിർമ്മാണം പൂർത്തിയാകാത്തത് കൊണ്ട് ഡ്രൈനേജ് സിസ്റ്റം ഉൾപ്പെടെ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് അല്പസമയം മഴ പെയ്യുമ്പോൾ തന്നെ ഈ മേഖലയിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുകയും സർവീസ് റോഡിലൊക്കെ വെള്ളം കുത്തിയൊലിച്ച് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. എന്തായാലും മഴ തുടരും, ഈ വേനൽ മഴ തുടരും എന്ന മുന്നറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇതിനൊരു പരിഹാര മാർഗം കണ്ടെത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഇത്തരം മഴ പെയ്യുമ്പോൾ ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ട്. പ്രധാനമായി ജില്ലാ ആശുപത്രിക്കൊക്കെ സമീപമാണ് ഇന്നിപ്പോൾ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്പസമയം ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും മഴ മാറി അവിടുത്തെ വെള്ളക്കെട്ട് ഇപ്പോൾ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിക്കാൻ, സർവീസ് റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ശരി, കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിൽ സർവീസ് റോഡിലേക്കാണ് ഈ വെള്ളം കുത്തിയൊലിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.